എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മഹാശിവരാത്രിയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ. അപ്പോൾ നമ്മൾ ശിവരാത്രി നോയമ്പെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനും വിഷ്ണുവും അമ്പാടിയും കൂടി നമ്മുടെ കോട്ടയത്തുള്ള നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യം ഒരുപാട് പ്രാവശ്യം നാഗമ്പടം വഴി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. കൂടുതലും ഞങ്ങൾ ഏറ്റുമാനൂരാണ് കേട്ടോ പോവാറ്. അപ്പോൾ ഇവിടെ വരണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണെങ്കിലും സാധിച്ചു. ഭഗവാനെ നന്നായി കണ്ടു തൊഴാൻ സാധിച്ചു. വഴിപാടുകളെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ നേരെ ഒരു മാവ് കാണുന്നുണ്ട് കേട്ടോ. ആ മാവിന് ഒരു പ്രത്യേകതയുണ്ട്. സാക്ഷാൽ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ഇവിടെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഐതിഹ്യം അതിൻ്റെ പുറകിലുണ്ടെന്ന് വിഷ്ണുവാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പോകാൻ നേരത്തെ നമ്മുടെ അമ്പാടി കാര്യമായിട്ട് എന്തോ ഭഗവാനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മളെപ്പോൾ അമ്പലത്തിൽ പോയാലും തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു മസാല ദോശ കഴിച്ചാലേ കേട്ടോ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ നേരെ ബാക്ക് ടു ഹോം.